ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട്. ഞാൻ മിക്കവാറും തിയേറ്ററിൽ പോകുന്നതല്ലേ അല്ല ഈ പടം കണ്ട സമയത്ത് പണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഇപ്പോഴല്ലേ നമ്മൾ ആദ്യം ഒരു പടം ഇത്രയും കുഴപ്പമില്ല. ശിവാസ് വലിയ കുഴപ്പമില്ലാത്ത ഡയറക്ടറാണ്. താണ്ട് ഇതിനകത്ത് അഭിനയിച്ച് താണ്ടെ കുത്തിയാണ് കൂടെ നിൽക്കുന്നു. കൂടത്തിൽ നിൽക്കുക കുത്തിയതും പോലെ ഫോളോ ചെയ്തു കാണാനുണ്ട്. അവര് സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു. ആദ്യത്തെ ഒരു ഡയറക്ടറുടെ സംരംഭമാണ്. പിന്നെ കുറേ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ എന്തായാലും മോശം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടില്ല? നിങ്ങൾക്ക് ഇതിലൂടെ നമുക്കൊരു നല്ല രാഷ്ട്രീയ നേതാവിനെ കാണാൻ പറ്റി. ഉർവശി ചേച്ചി ഇനി എന്നാ നേരില് ശരിക്കും അഭിനയിച്ചു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാതിരിക്കും ഉർവശി ചേച്ചി നമ്മുടെ നേതാവാണോ? ഇല്ല മോളെ, അതിനൊന്നും എന്നെ കൊള്ളു. നമ്മുടെ ഒരു വീട് നോക്കി നടത്താൻ തന്നെ തത്ര പടവിടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ ഒരു നാട് നോക്കി നടത്തുന്നത് നേരത്തെ പിന്നെ നാടകത്തിലും അതിലും ഇതിലൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇതിപ്പം ലാസ്റ്റ് മിനിറ്റ് ആ ക്യാരക്ടറിന് വേറൊരാളിനെ ഇനി തപ്പിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചൊക്കെ ചെയ്തതേ ഉള്ളൂ. അതിൽ പല ക്യാരക്ടേഴ്സും ചേട്ടനും നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അത് കുറച്ച് എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, സാധാരണ നമ്മളെല്ലാം ഒരുപാട് പേര് പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. സുരാജ്, അയ്യപ്പ പ്രസാദ് അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അപ്പിയറൻസിൽ വരുന്ന ഒരു കക്ഷിയാണ്. അങ്ങനെ ഒരാൾ ചേട്ടന് പരിചയമുള്ള ഒരാളുണ്ട്. അപ്പൊ അതുകൊണ്ട് മാനറിസംസ് അറിയാലോ. ഒപ്പമുള്ള ജീവിതമാണോ ശിവപ്രസാദ് സാറിനെ ഇങ്ങനെ ഒരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ? അല്ല മോളെ, അതിന് മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പേ ചേട്ടൻ്റെ പാഷനാണ് സിനിമ. എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എൻ്റെ ആങ്ങളെ കൊണ്ട് നടക്കുമായിരുന്നു പല ഡയറക്ടേഴ്സിനെയും മീറ്റ് ചെയ്യിക്കാനും കഥ പറയാനും ഒക്കെ. അതിപ്പോൾ നടപ്പിലായെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ ഒരുമിച്ചുള്ള അത് കുറേ നാളായി ഇത് പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഒന്ന് ഒത്തു വന്നപ്പോ ഒന്ന് നടക്കും. സാർ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഉർവശി ചേച്ചിയുടെ ആക്ടിങ്ങിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയാമോ? ഒരു ഡയറക്ടറിന്റെ ആക്ടിങ് നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലും ആക്ട് ചെയ്തോളെ. ശരിയല്ലേ? ആക്ടിങ് നിങ്ങൾക്കറിയാത്ത ആക്ടിങ് എന്താണ്? ഉർവശിയുടെ ആക്ടിങ് എന്താണ് ഞാൻ പറയുന്നത്? ജീവിതത്തിൽ ആക്ടിങ് ഇല്ലാത്തൊരു വ്യക്തി. ഞങ്ങളുടെ പടം എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. തിയേറ്ററുകളൊക്കെ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. പടം നല്ലതാണെങ്കിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് വിടുക കേട്ടോ. ഓക്കെ, കണ്ടവരോട് ചോദിക്കും. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് പടം? കണ്ടിട്ട് വളരെ ഇഷ്ടം. സെറ്റില് സാറിന് ഉർവശി ചേച്ചിയെ കുറിച്ച് അഭിനയിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ന്യൂ ആയിട്ടുള്ള ആക്ടേഴ്സ് ചേച്ചി ഒരാളുണ്ട്, ശ്രീലക്ഷ്മി, അഭയ്, പുതിയ എൻട്രീസ് ആണ്. ഇതും പുതിയ ആക്ടറാണ്. അല്ല, ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് കുറേ ആളുകളുണ്ട്. അതാണ് ഞങ്ങളുടെ എഡിറ്ററാണ് ഷൈജൽ, നമ്മുടെ എഡിറ്ററാണ്. ഇതറിഞ്ഞൂടെ? ഇപ്പൊ നടനുമായി എന്റെ സഹോദരനാണ് അഭിലാഷ് പിള്ള. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. കുഞ്ഞാറ്റ് സിനിമയിലേക്ക് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം സിനിമയിലായി കഴിഞ്ഞപ്പം കുഞ്ഞാറ്റിൽ നിന്നായിരിക്കും. ഉണ്ട് മോളെ, ഒരുപാട് ഓഫേഴ്സും ഉണ്ട്. മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടാവും. അത് മലയാളം തന്നെ ആയിരിക്കും. എടുത്ത് ചോദിക്കും. അത് കിട്ടിയിരുന്നില്ല. നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ജോലി ചെയ്തു,
പഠിത്തം കഴിഞ്ഞു, അത്യാവശ്യം ജോലി ചെയ്തു. എന്നിട്ടാണ് ഒരു വർഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടമ്മ, അത് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ജോലിക്ക് കയറിക്കൊള്ളാം. അങ്ങനെ അവർ നിങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്താൽ മതി. താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് നേരം താങ്ക് യു സോ മച്ച്. നിങ്ങൾ കണ്ടല്ലോ, മോനെ കണ്ടല്ലോ. ഞങ്ങള് മിക്കവാറും ഒരുമിച്ച് ഈ വർഷം വർക്ക് ചെയ്യും കേട്ടോ. ഞാനും മോനും അബിയെല്ലാം കൂടെ വർക്ക് ചെയ്തേ. അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും. അയ്യോ ബാലുചേട്ടനെ കണ്ടായിരുന്നു. സിനിമകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യുക. ചേച്ചിയെ നമ്മൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. അപ്പൊ ചേച്ചിക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെ. പിന്നെ ചേച്ചിയുടെ എവിടെ ശിവൻ ചേട്ടൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് നമുക്കൊരു 10 കഥ കിട്ടും. ചേച്ചിയുടെ ചെറുപ്പം നമ്മുടെ അരവിന്ദന്റെ അതിഥികളുടെ പ്രൊഡ്യൂസറുടെ മോളാണ്. അത് എൻ്റെ പഴയ പടത്തിലെ പാട്ടുകളൊക്കെ അഭിനയിച്ച് വീഡിയോ ഇറക്കുന്നതായിരുന്നു ബ്രിച്ചിലെ അവളുടെ പ്രോഗ്രാം. ചേച്ചി അഭിനയിച്ചിട്ടില്ലാത്ത വേഷങ്ങളില്ല, എല്ലാ വെറൈറ്റി വേഷങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഏതെങ്കിലും വേഷം അഭിനയിക്കാൻ കൊതി തോന്നുന്ന ബാക്കി ഉണ്ട്. കോശിഷ് എന്ന് പണ്ടൊരു പടം ഇറങ്ങിയിരുന്നു, ജയപാതുരിയുടെ. സഞ്ജീവ് കുമാറും ജയപാതുരിയും. നിങ്ങളൊന്നും കണ്ടുകൊണ്ടില്ല, പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാം. അത് അതിനകത്ത് ഒരുപാട് സംസാരിക്കുന്ന ഒരു ഊമ ക്യാരക്ടറാണ് ജയപാതുരി ചെയ്തേക്കുന്നത്. ഊമ എന്ന് പറയുമ്പോൾ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഒത്തിരി ടോക്കറ്റീവ് ആയിട്ടുണ്ട്. താങ്ക് യു. നമ്മൾ ഇതുവഴിയാ പോവേണ്ട. ഓക്കെ.